ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്കും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ വറുത്ത അരിപ്പൊടിയൊന്നുമല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റായിട്ടുള്ള അരിപ്പൊടിയില്ലേ, അതുകൂട്ട് 1 ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനൊരു 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടിയും കുറച്ചൊക്കെ യൂസ് ചെയ്യാം. ഇനി പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് ശർക്കര ആയാലും യൂസ് ചെയ്യാം. ശർക്കര ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അപ്പത്തിനൊരു ബ്രൗൺ കളറാവും, ഇതാകുമ്പോൾ കുറച്ച് നല്ല കളറാവും. ഇനി നമുക്ക് അല്പം ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പാല്, അതായത് തേങ്ങാപ്പാൽ. ഞാൻ 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. ഇതാ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. നമുക്കിത് കുറച്ചുകൂടെ ഒരു ലൂസായിട്ട് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അര ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കുന്നുണ്ട്. ഞാൻ അരമുറി തേങ്ങയിൽ നിന്നാണ് ഈ 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തത് കേട്ടോ. അപ്പം അര ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ രണ്ടാമതും മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കണ്ടോ, നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിനു മുമ്പ് പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നെയ്യ് തൂക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പം വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കാഷ്യൂം നമ്മുടെ കിസ്മസും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പച്ചമ്പിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് തുറന്ന് അതിൻ്റെ അകത്തേക്ക് കാഷ്യൂം കിസ്മസും ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് താഴോട്ട് താന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മുകളിൽ തന്നെ ഇരുന്നോളും. അതിനാണ് 2 മിനിറ്റ് വാടിയതിന് ശേഷം വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, അത് കാരണം ഇത് താന്നു പോകത്തില്ല. എന്നാൽ ഉള്ളു വെന്തിട്ടുമില്ല. നമുക്കൊരു 10-20 മിനിറ്റ് എങ്കിലും വേവിച്ചാലേ അതിൻ്റെ ഉള്ളു വെന്ത് വരത്തുള്ളൂ. ചിലപ്പം പിള്ളേർക്കൊക്കെ കാഷ്യൂം കിസ്മസൊക്കെ ഒത്തിരി ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ വെച്ച് കൊടുക്കാം, അല്ലാത്തവർ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം വേറൊരു പാത്രം വെച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ആവി കയറിയിട്ട് ആ വെള്ളം മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് വീഴും. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റെങ്കിലും വേവിക്കണം, എന്നാലേ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊക്കി നോക്കാം. കണ്ടോ, പാത്രത്തിൻ്റെ മുകളിൽ വെള്ളം വന്നിരിക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ പാത്രം വെച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിൽ വന്ന്, അല്ലെങ്കിൽ ഈ വെള്ളം മുഴുവനും നമ്മുടെ അപ്പത്തിൻ്റെ ഉള്ളിൽ വരുമായിരുന്നു. നമുക്ക് കവർ ചെയ്തിരിക്കുന്നത് പതുക്കെ എടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മുടെ അപ്പം റെഡിയായിട്ടുണ്ട്. കണ്ടോ, കാണാൻ നല്ല സൂപ്പറല്ലേ, വൈറ്റ് കളറിൽ. ഇപ്പം നമ്മൾ ശർക്കര തേച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു കളർ കിട്ടത്തില്ല, ഒരു ബ്രൗൺ കളറായിരിക്കും. ചിലർക്ക് ആ കളർ ഇഷ്ടമില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് വട്ടയപ്പം പോലെ തന്നെ ഇരിക്കും, പക്ഷേ വട്ടയപ്പം പോലെ അല്ല, ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. വട്ടയപ്പം ആകുമ്പോൾ നമുക്ക് നേരത്തെ അരിയൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വെച്ച് പുളിക്കാനൊക്കെ വെക്കണം, അങ്ങനെ ടൈം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അപ്പം മൈദ വെച്ചും ഉണ്ടാക്കാം. ഞാൻ 2 രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. മൈദ വെച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോൾ അരിപ്പൊടി വെച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് അരിപ്പൊടി വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ വെളിയിലെടുത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കണം. ഇപ്പം തണുത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, സൈഡൊക്കെ പതുക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
നമുക്ക് സൈഡ് ഒന്നുകൂടി ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് അടർത്തി നോക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ അപ്പം ആകുമ്പോഴത്തേക്കും കുട്ടികൾക്കാണെങ്കിലും മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കണ്ടോ, ഇതിൻ്റെ ശരിക്കും അങ്ങോട്ട് ചൂടാറിയില്ല, ഇങ്ങനെ ചെറുതായിട്ട് എന്തോ പോലെ ഇരിക്കുന്നില്ലേ. അത് പിള്ളേർ കിടന്ന് ബഹളം വെച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്ത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്ത് ഒന്ന് പതുക്കെ കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിൻ്റെ താഴത്തെ ഭാഗമൊക്കെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒന്ന് ജസ്റ്റ് മുറിച്ച് നോക്കാം. കണ്ടോ, ഉൾഭാഗം കണ്ടോ, എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരല്പം കഴിച്ച് നോക്കട്ടെ കേട്ടോ. അടിപൊളി, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.